ഡോക്ടറാകാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പം പഠിക്കുന്ന +1 സാർ. ഞാൻ എഴുതാൻ പോകുന്ന നീറ്റ് 2028 നീറ്റാ. അതിന് ഞാൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ സാറേ എന്ന് വിളിച്ചിട്ടാണെങ്കിലോ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലോ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാർ, ക്യാൻ ഐ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫോർ നീറ്റ് 2028 നൗ? ഞാൻ ഇപ്പോഴേ തുടങ്ങണോ സാറേ 2028 നീറ്റിന് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ സാറേ ഞാൻ ഇപ്പോഴേ പഠിക്കുന്നത്? +1 ഒക്കെ കാണാതെ പഠിച്ച് എങ്ങനെയെങ്കിലൊക്കെ മാർക്ക് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ നീറ്റ് 2029 30 ഒക്കെ വേണ്ടി 1-2 കൊല്ലമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ പോരെ സാറേ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. അതിനേക്കാൾ നല്ലപോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. നീറ്റിൻ +1 നമ്മൾ പഠിക്കുന്ന അതേ സിലബസ് അല്ലേ നീറ്റിനുമുള്ളത്. അപ്പോൾ +1 പഠിക്കുമ്പോൾ തന്നെ നീറ്റ് ബേസിൽ അങ്ങ് പഠിച്ചാൽ പോരെ. അപ്പോൾ 1-2 കൊല്ലമൊന്നും റിപ്പീറ്റ് ചെയ്യാതെ നേരെ പോയി നീറ്റ് എക്സാം എഴുതി MBBS ആകാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്നറിയാമോ? ഇങ്ങോട്ട് വാ. അതിനാദ്യം നിങ്ങൾ ഈ കണക്കുകൾ അറിയണം. നീറ്റ് എക്സാമിന് ഒരു കൊല്ലം എഴുതുന്നത് 25,000 കുട്ടികളാ മക്കളെ. 25,000 കുട്ടികൾ എക്സാം 25 ലക്ഷമാ. 25 ലക്ഷം കുട്ടികളാണ് ഒരു കൊല്ലം നീറ്റ് എക്സാം എഴുതുന്നത്. നീറ്റ് എക്സാം എഴുതുന്ന 25 ലക്ഷമാണെങ്കിലും അതിന് MBBS കിട്ടുന്നത് ആദ്യത്തെ 25,000 റാങ്കുകാർക്ക് മാത്രമാണ്. 25 ലക്ഷം പേരെഴുതുന്ന എക്സാമിൽ നിന്ന് 25,000 പേർക്ക് മാത്രമേ MBBS ഗവൺമെന്റിൽ കിട്ടാറുള്ളൂ. എല്ലാവരും അതിനുവേണ്ടിയല്ലേ ശ്രമിക്കുന്നത്, ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ. ഗവൺമെന്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് MBBS പഠിക്കാൻ ഒരു കൊല്ലം 25,000 രൂപ മതി. എന്നാൽ പ്രൈവറ്റിൽ MBBS പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കൊല്ലം വേണ്ടത് 10 ലക്ഷം രൂപയാ. 10-15 ലക്ഷം രൂപയോളാവും. ആലോചിച്ച് നോക്ക്. 25,000 രൂപയുള്ള ഗവൺമെന്റ് സീറ്റിൽ പഠിക്കാൻ പ്രൈവറ്റിൽ ഒരു കൊല്ലം പഠിക്കുന്നതിന് 15 ലക്ഷം രൂപയുണ്ട് മക്കളെ. എത്ര രൂപേന്റെ വ്യത്യാസമാ. അതുകൊണ്ട് ഗവൺമെന്റ് സീറ്റ് അല്ലേ ഏറ്റവും നല്ലത്. ഗവൺമെന്റ് സീറ്റിലേക്ക് കിട്ടാൻ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. ഗവൺമെന്റ് സീറ്റ് ആകെ 25,000 പേർക്കേ കിട്ടുള്ളൂ. 25 ലക്ഷം എഴുതുന്നതിൽ 25,000 പേർക്ക് കിട്ടുള്ളൂ. അതായത് ഏകദേശം ആകെ എക്സാം എഴുതുന്നതിന്റെ 1% ആൾക്കാർക്ക് മാത്രമേ നീറ്റ് കിട്ടാറുള്ളൂ. MBBS ഗവൺമെന്റ് സീറ്റിൽ കിട്ടാറുള്ളൂ. വേറെ പല കോഴ്സുകളും ഉണ്ട് കേട്ടോ. ഞാൻ MBBSന്റെ കാര്യമാണ് പറയണത്. നമ്മളെല്ലാവരും നീറ്റ് എഴുതുന്നത് MBBSനായിരിക്കുമല്ലോ. ആകെ എഴുതുന്നതിന്റെ 1% ആൾക്കാർക്ക് മാത്രമേ ഗവൺമെന്റിൽ MBBS കിട്ടുള്ളൂ മക്കളെ. 25,000 രൂപയിൽ ഒരു കൊല്ലം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര കോമ്പറ്റീഷൻ ഉള്ളതാ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന നീറ്റാ. മോസ്റ്റ് ടഫ് എക്സാം എന്നല്ല, മോസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് വരുന്ന നീറ്റ് എക്സാമാ മക്കളെ. അത്രയും കോമ്പറ്റീഷൻ ഉള്ള, അത്രയും MBBSന് അടി ഉണ്ടാക്കുന്ന നീറ്റ് എക്സാമില് ആദ്യത്തെ 25,000 റാങ്കിനുള്ളിൽ വരണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റുള്ളൂ. 2 രീതിയിൽ പഠിക്കാമടാ. ഒന്ന് സാർ, +1 കാണാതെ പഠിച്ചെങ്ങനെയോ പാസ്സായി, +2 കാണാതെ പഠിച്ചെങ്ങനെയോ ഫുൾ A+ വാങ്ങിച്ചു. എന്നിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിലോ 2ാമത്തെ കൊല്ലം റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ 1-2 കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോരെ സാറേ. അപ്പം കട്ടക്കങ്ങ് പഠിച്ചാൽ പോരെ. +1 ഞാൻ എൻജോയ് ചെയ്തോട്ടെ. +1 ഞാൻ പറ്റുന്ന പോലെ പഠിക്കാം സാർ. പിന്നെ 1-2 കൊല്ലമൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കട്ടയ്ക്ക് പഠിക്കാം സാർ. വാക്കുപയോഗിക്കും എല്ലാവരും. കട്ടപ്പെടുത്തമായിരിക്കും. ഈ സാധാരണ എല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ പോകും. അതേപോലെ റിപ്പീറ്റിന് പോകും. ആ സമയത്താണ് എല്ലാവരും കട്ടപ്പെടുത്തം ചെയ്യുക. +1 കാണാതെ പഠിച്ചത് കൊണ്ട് തന്നെ റിപ്പീറ്റിന് പോകുമ്പോൾ നമുക്ക് കുറേ എഫേർട്ട് ഇടേണ്ടി വരും. കാരണം അവിടെ കൺസെപ്റ്റ് പഠിക്കണമല്ലോ. കൺസെപ്റ്റ് ഉണ്ടാക്കണം, റിവൈസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം, എക്സാം എഴുതണം. ഈ റിപ്പീറ്റോ കാലഘട്ടങ്ങൾ പോരാ. സത്യത്തിൽ നിങ്ങൾ അത്ര എഫേർട്ട് അവിടെ കൊടുക്കണം. നിങ്ങൾ 1-2 കൊല്ലം +1 കാണാതെ പഠിച്ച് റിപ്പീറ്റിന് പോകുന്ന ഒരു കൊല്ലമുണ്ടല്ലോ, ആ ഒരു കൊല്ലം നിങ്ങൾ ചത്ത് കിടന്ന് പഠിക്കണം. അതാ കട്ടപ്പെടുത്താം. ചത്ത് കിടന്ന് പഠിച്ചാലേ നീറ്റ് 2028 അല്ലെ 2029 നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഏതാണോ എഴുതുന്നത് അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കട്ടപ്പെടുത്തം. ഒന്നെങ്കിൽ ആ കൊല്ലം നിങ്ങൾ +1 എൻജോയ് ചെയ്തോ, ആ ഒരു കൊല്ലം കട്ടയ്ക്ക് അങ്ങ് പഠിച്ചാൽ മതി. അല്ല, വേറെ ഓപ്ഷൻ ഉണ്ട്. എന്താ? +1 +2 പിന്നല്ലേ നീറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നീറ്റ് എക്സാമിന്റെ സിലബസ് എന്താ? +1+2ന്റെ അതേ സിലബസ് അല്ലേ. +1+2 കാണാതെ പഠിച്ച് ചുമ്മാതെ ബോർഡ് എക്സാമിന് എഴുതുന്നതിന് പകരം +1+2 പഠിക്കുമ്പോൾ തന്നെ നീറ്റ് ലെവലിൽ അങ്ങ് പഠിക്കുന്നു. നീറ്റ് ലെവലിൽ പഠിച്ചിട്ടോ നേരെ പോയി നീറ്റ് എക്സാം എഴുതുന്നു. കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. +1+2 കാണാതെ പഠിച്ചിട്ട് നേരെ നീറ്റ് എഴുതിയാൽ കിട്ടാനുള്ള ചാൻസ് ഒട്ടുമില്ല. 0 എന്ന് വേണമെങ്കിൽ പറയാം.
+1 നീറ്റ് ലെവലിൽ പഠിച്ചിട്ട് നേരെ പോയി നീറ്റ് എഴുതിക്കോ മക്കളെ, നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഏതാ നല്ലത്? ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? ഏറ്റവും നല്ലത് രണ്ടാമത്തെ, റിലാക്സ് ചെയ്ത് പഠിക്കാം. ഇവിടെ ഈ ഒരു കൊല്ലം കൊണ്ട് +1 പഠിക്കണം, +2 പഠിക്കണം, പോയി നീറ്റ് എഴുതണം. +1 ഒരൊറ്റ കൊല്ലം കൊണ്ട് പഠിച്ചെടുക്കുക ഭയങ്കര പ്രയാസമാണ്. ഇവിടെ എങ്ങനെ +1 പഠിക്കുമ്പോൾ തന്നെ +1 നീറ്റ് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്നു. +2 പഠിക്കുമ്പോഴോ +2 നീറ്റ് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്നു. 2 കൊല്ലം നമ്മുടെ മുമ്പിൽ കിട്ടും. ഇപ്പം സത്യത്തിൽ ഇതൊരു റിപ്പീറ്റ് ആണെങ്കിൽ ഇത് 2 കൊല്ലം റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. നമ്മൾ ആദ്യം തന്നെ നീറ്റ് ലെവലിൽ പഠിക്കുക. ഇവിടുത്തെ കുട്ടികൾ +1 തോന്നിയ പോലെ പഠിച്ചപ്പം, തോന്നിയ നീറ്റ് ലെവലല്ല ലോ ലെവലിൽ പഠിച്ചപ്പം നമ്മൾ +1 നീറ്റ് ലെവലിൽ അങ്ങ് പഠിക്കുക. അപ്പോൾ ബെനിഫിറ്റ് എന്താ മക്കളെ? 2 കൊല്ലം സമയം കിട്ടുന്നു. ഇവിടെ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്ന ആള് ഒരേ കൊല്ലം തന്നെ 2 കൊല്ലത്തെ കൂടെ ഒരുമിച്ച് പഠിക്കണം. ഇത് നമ്മൾ ഓരോ കൊല്ലം നമുക്ക് നമ്മുടെ രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും മക്കളെ. അപ്പം ടൈം കൂടുതലാണ്, റിവൈസ് ചെയ്യാൻ, ടെസ്റ്റ് എക്സാം ഒക്കെ എഴുതാനൊക്കെ സമയം കൂടുതൽ കിട്ടും, നോട്ട് ഉണ്ടാക്കാൻ സമയം കൂടുതൽ കിട്ടും. ബോർഡും നീറ്റും ഒരേപോലെ കൊണ്ടുപോവാം. നീറ്റ് ലെവലിലാണ് +1 +2 പഠിക്കുന്നത്, അത് വെച്ച് ബോർഡ് എക്സാം എഴുതാം, നല്ല മാർക്ക് കിട്ടും. അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നീറ്റ് എക്സാം അടിപൊളിയാക്കിയാൽ മതി. അടുത്തെന്താ? കോൺഫിഡൻസ് കൂടുതലായിരിക്കും. +1 കാണാതെ പഠിച്ചിട്ട് നേരെ പോയി നീറ്റ് എഴുതുന്ന ആളെ സംബന്ധിച്ച് കോൺഫിഡൻസ് കുറവാണ്. എന്നാൽ +1 നീറ്റ് ലെവലിൽ പഠിച്ച ഒരാൾക്ക് നീറ്റ് എക്സാം പോയി ഉടനെ എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ അറിയാമെന്നൊരു തോന്നലുണ്ടാകും. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമിന് +1 മുതൽ +2 മുതൽ കാണാതെ പഠിച്ച് നേരെ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഏതാ? +1 നല്ലപോലെ പഠിക്കുന്നു, +2 പഠിക്കുന്നു, നേരെ നീറ്റ് എഴുതുന്നു. +1 +2 നല്ലപോലെ പഠിക്കുന്നു, അതാണ് ഏറ്റവും ബെനിഫിറ്റ് ഇവിടുത്തെ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, കുറച്ച് ഒരു എക്സാം ടഫാണെങ്കിൽ നിങ്ങൾ കുറച്ച് പഠിക്കാൻ നേരത്തെ തുടങ്ങില്ലേ? നീറ്റ് എക്സാം ടഫാ, നല്ല കോമ്പറ്റീഷനാ. അപ്പോൾ എന്ത് ചെയ്യണം? +1 +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കാതെ +1 +2 തന്നെ നല്ല പോലെ അങ്ങ് പഠിച്ച് മുമ്പോട്ട് പോവുക. +1 +2 സിലബസ് അല്ലേ നീറ്റിനുള്ളത്. അപ്പോൾ +1 +2 ഉള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ കാണാൻ പഠിക്കുന്നതിന് പകരം നീറ്റ് ലെവലിൽ തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി മക്കളെ. കുറച്ച് എഫേർട്ട് എടുക്കണം, നല്ല എഫേർട്ട് എടുക്കണം. 6 മണിക്കൂർ ഉറക്കമാക്കണം, കൃത്യമായ ടൈം പ്ലാനിങ് വേണം, കൃത്യമായ റിവിഷൻ വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യണം, പുതിയ ക്വസ്റ്റ്യൻ ചെയ്യണം, മോക്ക് എക്സാം എടുക്കണം, മാസത്തിൽ ഒരു എക്സാം എടുക്കണം, ആഴ്ചയിൽ ഒരു എക്സാം എടുക്കണം, ചാപ്റ്റർ വൈസ് നല്ല ക്വസ്റ്റ്യൻ ചെയ്യണം, മെറ്റീരിയൽ വാങ്ങിക്കണം. കഷ്ടപ്പെടണമെങ്കിൽ, കാരണം ചുമ്മാതെ കിട്ടില്ല. ബാക്കിയുള്ളവർ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് +1 +2 കഴിഞ്ഞ് നേരെ കിട്ടുകയാണ്. നിങ്ങളുടെ കൊല്ലങ്ങൾ നിങ്ങൾ ലാഭിക്കുകയാണ്. അപ്പോൾ അത്ര എഫേർട്ട് ഇടണം മക്കളെ. റിയൽ ബെനിഫിറ്റ് എന്താ ഇതിൻ്റെ? +1 +2 നീറ്റ് നോക്കുന്നതിൻ്റെ റിയൽ ബെനിഫിറ്റ് എന്താ? നോർമൽ, ഞാനടക്കമുള്ള നോർമൽ കുട്ടികൾ എന്താ ചെയ്തത്? നോർമൽ ആൾക്കാർ +1 പഠിച്ചു, കാണാതെ പഠിച്ചു, നേരെ +2 കാണാതെ പഠിച്ചു, എന്നിട്ട് റിപ്പീറ്റ് ചെയ്തു. 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തു, 2 കൊല്ലം 3 കൊല്ലം ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ടാ മക്കളെ നീറ്റ് എക്സാമിന് പോകുന്നത്, MBBS കിട്ടുക. എന്നാൽ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്ന ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങുന്ന കുട്ടീനെ സംബന്ധിച്ച് +1 എങ്ങനെ പഠിച്ചു? കാണാതല്ല, +1 നീറ്റ് ലെവലിൽ പഠിക്കും. നേരെ +2 സാറേ, അതും നീറ്റ് ലെവലിൽ പഠിച്ചു സാറേ. എന്നിട്ട് നേരെ നിങ്ങൾക്ക് എന്തെഴുതാം? നീറ്റ് എക്സാം എഴുതാം, കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. +1 +2 റിപ്പീറ്റ് ചെയ്തിട്ട് വേണം നീറ്റ് എഴുതാൻ പോകാൻ. ഇവിടെ +1 +2 നിങ്ങൾ നീറ്റ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നീറ്റ് എഴുതുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഡയറക്റ്റ് നീറ്റ് കിട്ടിയില്ല എന്നിരിക്കട്ടെ, ഇവിടെ +1 +2 കാണാതെ പഠിച്ച ആൾക്ക് ഫസ്റ്റ് റിപ്പീറ്റിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. സെക്കൻഡ് റിപ്പീറ്റിലും തേർഡ് റിപ്പീറ്റിലും ഒക്കെ അവർ നേടിയെടുക്കല്. എന്നാൽ +1 +2 നിങ്ങൾ നീറ്റ് ലെവലിൽ പഠിച്ചെന്നിരിക്കട്ടെ, ഉടനെ നീറ്റ് എത്തിയപ്പോൾ കിട്ടിയില്ല എന്ന് ഇരിക്കട്ടെ, പക്ഷേ ഒരൊറ്റ റിപ്പീറ്റ് കൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? നീറ്റിലെത്താൻ പറ്റും. നോർമൽ കുട്ടികളെ സംബന്ധിച്ച് 2, 3, 4 ഒക്കെ പോകേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഓൾറെഡി +1 +2 നീറ്റ് പഠിച്ചുകൊണ്ട് ഒരൊറ്റ റിപ്പീറ്റ് മാത്രം പോയാൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് കിട്ടും. ആ ഒറ്റ റിപ്പീറ്റിന് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഷൈൻ ചെയ്യാൻ പറ്റും മക്കളെ. കാരണം ഓൾറെഡി +1 +2 നിങ്ങളുടെ നീറ്റ് കണ്ടന്റ് ഉണ്ട്. ഓൾറെഡി റിപ്പീറ്റ് പോകുന്ന നോർമൽ കുട്ടിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം അവൻ +1 +2 കാണാതെ പഠിച്ച ആളാ, ബോർഡ് എക്സാമിന് പഠിച്ച ആളാ. എന്നാൽ നിങ്ങൾ +1 +2 നീറ്റിന് പഠിച്ച ആളാ, 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ അവിടുത്തെ കുട്ടികൾക്കിടയിൽ നിങ്ങൾ സ്റ്റാർ ആയിരിക്കും മക്കളെ. സ്റ്റാർ കണ്ടന്റ് കൊണ്ട് സ്റ്റാർ ആയിരിക്കും. ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാ, കൊല്ലങ്ങൾ ലാഭിക്കാം. 2, 3, 4, 5 കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നവരെക്കാൾ നിങ്ങൾക്ക് ഒറ്റ കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കയറാം, അല്ലെങ്കിൽ നേരെ എക്സാം എഴുതി കയറാം. അത് നിങ്ങളുടെ എഫേർട്ടിനെ ബാധിക്കും.
2026 നിങ്ങൾ എന്ത് ചെയ്യണം? മുഴുവൻ +1 സിലബസ് കംപ്ലീറ്റ് ആക്കുക. അതിന്റെ ഓരോ ചാപ്റ്ററിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. 2027 എന്ത് ചെയ്യണം? +2 സിലബസ് കംപ്ലീറ്റ് ആക്കണം. അതിൽ ഓരോ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. കഴിഞ്ഞ കൊല്ലം പഠിച്ച +1 റിവിഷൻ നടത്തണം മക്കളെ. 26 +1 കംപ്ലീറ്റ് ആക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. 2027 +2 കംപ്ലീറ്റ് ആക്കുന്നു. +2 കംപ്ലീറ്റ് ആക്കുന്നതിനൊപ്പം തന്നെ +1 പഠിക്കണം. 2028 നീറ്റ് നല്ല പക്കയായിട്ട് എഴുതാൻ പറ്റും. ഒരു വീഡിയോ കണ്ടാൽ അതിലെ സകല കൺസെപ്റ്റ് മനസ്സിലാക്കണം. വീഡിയോ തുറന്ന് വെച്ച് അടുക്കളയിൽ പോയി അമ്മയോട് സംസാരിക്കാൻ നിൽക്കില്ലേ? വീഡിയോ തുറന്ന് കാണുന്നുണ്ടെങ്കിൽ അതിലെ ഫുൾ കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. കൺസെപ്റ്റ് ഉണ്ടോ എക്സാം പാസ്സാകാം. നീറ്റിൽ ഫിസിക്സ് ടഫാന്ന് പറയുന്നുണ്ട്, കെമിസ്ട്രി ടഫാന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? കൺസെപ്റ്റ് ഇല്ല. ബയോളജി കാണാൻ പഠിക്കേണ്ടതല്ലേ? അല്ല, ബയോളജിയിലും കൺസെപ്റ്റ് ഉണ്ട്. ഓരോ ലൈനിലും കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് വെച്ച് 3 പഠിച്ചാലുണ്ടല്ലോ മക്കളെ, ഒരുപാട് റിവിഷൻ്റെ ആവശ്യം വരില്ല. ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വീഡിയോ കാണുക, കൺസെപ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്ക് വാങ്ങിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏത് സബ്ജക്റ്റ് എടുത്താലും നിങ്ങൾ ബുക്ക് വാങ്ങിക്കണം, മെറ്റീരിയൽ വാങ്ങിക്കണം. ഏതിൻ്റെ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ. ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യണം. കാണാൻ പഠിക്കേണ്ടല്ലേ ബയോളജി? അല്ല, ബയോളജിയിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ച് എൻ്റെ മക്കൾ ചെയ്യണം. ഒന്നും ചെയ്യാതിരിക്കരുത് ബയോളജി. പിന്നെ പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താൽ പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് റിവൈസ് ചെയ്യുന്നു. എങ്ങനെ റിവൈസ് ചെയ്യണം? ഒരാഴ്ച പഠിച്ചതൊക്കെ തിങ്കൾ മുതൽ മൺഡേ മുതൽ സാറ്റർഡേ വരെ ഒരാഴ്ച പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൺഡേ റിവൈസ് ചെയ്യാം. ബുക്ക് എടുത്ത് വായിക്കുന്നതൊക്കെ നല്ലേ. മൺഡേ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ എന്താണോ പഠിച്ചത് ആ ചാപ്റ്റേഴ്സിൻ്റെ ഒരു എക്സാം നടത്തുക. എന്ന് സൺഡേകൾ എല്ലാ വീക്കിലും സൺഡേയിൽ ഒരു എക്സാം നടത്തുക. എക്സാം നടത്തിയാൽ മാത്രം പോരാ, അതിലേത് ക്വസ്റ്റ്യനാണ് കിട്ടാത്തത്, എവിടെ മാർക്ക് കുറഞ്ഞത്, ഏത് ടോപ്പിക്കാണ് നിങ്ങൾ വീക്കായത്, അത് നിങ്ങൾ സ്വയമേ വിലയിരുത്തുക. ആഴ്ചയിൽ എല്ലാ സൺഡേയിലും നിങ്ങൾ എന്തെടുക്കുക? എക്സാം എടുക്കുക. അടുത്തത് ആഴ്ചയിൽ ഇപ്പം ഒരു മാസത്തിൽ നാലാഴ്ച ഉണ്ടല്ലോ. ഒരു മാസത്തിൽ 4 ആഴ്ച. ഫസ്റ്റ് സൺഡേ എക്സാം എടുത്തു, സെക്കൻഡ് സൺഡേ എക്സാം എടുത്തു, തേർഡ് സൺഡേ എക്സാം എടുത്തു, ഫോർത്ത് സൺഡേ ലാസ്റ്റ് സൺഡേയിൽ ആ മാസത്തെ മുഴുവൻ ടോപ്പിക്ക് വെച്ചൊരു എക്സാം നടത്തുക കേട്ടോ. എൻഡ് സൺഡേ എക്സാം എന്ന് വിളിക്കുക. ഒരു മാസത്തിലെ അവസാന സൺഡേയിൽ നിങ്ങൾ ആ ഒരു മാസം ഏതാണോ പഠിച്ചത് അത് മുഴുവനും അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക. ഓരോ ആഴ്ചയിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക. എല്ലാം കൂടെ പഠിച്ച് ഒരു മാസം എന്താണോ പഠിച്ചത് ആ മാസം പഠിച്ച എല്ലാം കൂടെ വെച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഏതൊക്കെ ചാപ്റ്ററാണോ വേണ്ടത് അത് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ChatGPT തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആ മാസത്തിൻ്റെ അവസാന സൺഡേയിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ എന്തായാലും ആപ്പായിരിക്കുമല്ലോ നോക്കുന്നത്. നിങ്ങൾ ആപ്പ് നോക്കുമ്പം ആപ്പിൽ ഇതേപോലെ വീക്കിലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ. എജുപോർട്ട് ആണെങ്കിൽ എജുപോർട്ടിൻ്റെ ആപ്പിലുണ്ട് ഇതേപോലെ വീക്കിലി എക്സാം, മന്ത്ലി എക്സാം കാണും. അപ്പോൾ പിന്നെ അവർ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും. നിങ്ങൾ സമയം വെച്ചിരുന്ന് നിങ്ങൾ തന്നെ നോക്കിയിരുന്ന് പഠിച്ചാൽ മതി മക്കളെ. എന്താ പറയുക, ബയോളജി 90, ഫിസിക്സ് 45, കെമിസ്ട്രി 45, ആകെ 180 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 മാർക്ക് വെച്ച് 720. 600-ന് മുകളിൽ ഏകദേശം മാർക്ക് വരണം. ഓരോ എക്സാം എഴുതുമ്പോഴും 600-ന് മുകളിലുണ്ടോ എന്ന് എൻ്റെ മക്കൾ നോക്കുക. ബയോളജി ലൈൻ ബൈ ലൈൻ വായിക്കണം. ഫിസിക്സിന് കൺസെപ്റ്റ് അറിയണം. കെമിസ്ട്രി ഓർഗാനിക് ടഫാണ്, ഓർഗാനിക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണം, ന്യൂമറിക്കൽസ് ചെയ്യണം. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ സ്ട്രാറ്റജിയാണ്. നമുക്ക് അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഇടാം, പ്രശ്നമില്ല. കഷ്ടപ്പെട്ട് പഠിച്ചാൽ നേരെ MBBS ആകാം, കോളേജ് ലൈഫ് അടിപൊളിയാകാം. നിങ്ങൾ ഡോക്ടർ ആയാലോ നിങ്ങളുടെ തലമുറ തന്നെ മാറാൻ പോവാം മക്കളെ. പറഞ്ഞു തരാൻ ആരുമില്ലാത്തതെന്ന് കരുതരുത്. എനിക്ക് +1 +2 ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് മക്കളെ നീറ്റ് ഇങ്ങനെ പഠിക്കണം, നീറ്റ് ലെവലിൽ +1 +2 പഠിച്ചോ, നിങ്ങൾക്ക് വേഗം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ കിട്ടും എന്ന് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ അഖിൽ സാറുണ്ട്. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിക്കുക. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് 2028 നീറ്റ് എക്സാമിൽ നല്ലൊരു MBBS പഠിക്കാൻ നല്ലൊരു ഗവൺമെൻറ് കോളേജ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും മക്കളെ. അവിടുത്തെ പ്രോഗ്രാംസിൽ ഇൻവോൾവ് ആകാം. അവിടെ നല്ല പേഷ്യൻസിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. നിങ്ങളുടെ തുടർന്നുള്ള ഫ്യൂച്ചർ ജനറേഷൻ തന്നെ മാറുക. നിങ്ങൾ ഡോക്ടർ ആയാലോ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ തലമുറയിലുള്ള ആൾക്കാരും ഡോക്ടർ ആകാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. ഇതുവരെ ഉള്ളവൻ കൂലിപ്പണിക്കാരൻ്റെ മോനായിരിക്കും, ചിലപ്പോൾ ഞാനൊരു തെങ്ങ് കയറ്റക്കാരൻ്റെ ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെ മോനായിരിക്കും, അതെങ്കിലും ഒരു മീൻ കച്ചവടക്കാരൻ്റെ മോനായിരിക്കും, പല ജോലി ചെയ്യുന്നവരായിരിക്കും. ഒരു ജോലി മോശമല്ല കേട്ടോ. അതിൽ നിന്ന് എൻ്റെ അച്ഛൻ ഡോക്ടറാണ്, എൻ്റെ അപ്പൂപ്പൻ ഡോക്ടറാണ്, എൻ്റെ മുതുമുത്തച്ഛൻ ഡോക്ടറാണ്, അങ്ങനൊരു പാരമ്പര്യം, അങ്ങനൊരു ഫ്യൂച്ചർ ജനറേഷൻ തന്നെ നമ്മുടെ മുമ്പിലേക്കും വരും മക്കളെ നമ്മൾ ഡോക്ടറായാൽ. ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ അറിയോ? നമ്മുടെ അമ്മേനെ അച്ഛനെ പ്രൗഡാക്കാൻ പറ്റും.
നമുക്ക് MBBS കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സക്സസ് സെലിബ്രേഷനിലൊക്കെ നിങ്ങളുടെ അമ്മേൻ്റെ അച്ഛൻ്റെ ഒപ്പം നിന്നൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. അവർ നിങ്ങൾക്ക് വൈറ്റ് കോട്ട് ഇട്ട് തരും, നിങ്ങളുടെ കഴുത്തിന് മുകളിലൂടെ സ്റ്റെതസ്കോപ്പ് ഇട്ട് തരും. വലിയൊരു മൊമെൻ്റാണ് മക്കളെ. ഞാനൊക്കെ എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനെ വൃത്തിക്ക് ചികിത്സിക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയം എൻ്റെ അച്ഛൻ്റെ 2 കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്നു. അഖിലിന് ഞങ്ങളെ അറിയില്ലായിരിക്കും, പക്ഷെ അഖിലിനെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അച്ഛൻ എപ്പോഴും നിന്നെക്കുറിച്ച് പറയും. അച്ഛൻ മരിക്കുമ്പോഴും നിന്നെ ആലോചിച്ച് ഭയങ്കര പ്രൗഡായിരുന്നു. അച്ഛന് 100 നാവായിരുന്നു നിന്നെക്കുറിച്ച് പറയുമ്പോൾ. അതുവരെ ഞാൻ അച്ഛനെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല, കാണാനോ മിണ്ടാനോ പറ്റിയില്ല എന്നാലോചിച്ച് വിഷമിച്ചിരുന്ന ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ആലോചിച്ചു, എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും എന്നെ ആലോചിച്ച് പ്രൗഡായിരുന്നു മക്കളെ. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. വീടും കാറും ബൈക്കും കല്യാണവും ഒന്നുമല്ല, പൈസ ഉണ്ടാക്കലും ഒന്നുമല്ല ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ അമ്മയും അച്ഛനുമൊക്കെ അഭിമാനമാകണം. അവർ നമ്മളെ ആലോചിച്ച് ഭയങ്കര പ്രൗഡാക്കണം. ആ രീതിയിൽ നമ്മൾ പഠിക്കുക, ആ രീതിയിൽ നമ്മൾ ജീവിക്കുക. നീറ്റ് 2028 ഇപ്പോഴേ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ മക്കളെ. നേരത്തെ പറഞ്ഞു തരാൻ ആരുമില്ല എന്ന് കരുതി വിഷമിക്കരുത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ മുമ്പോട്ട് പോവുക. പ്ലാൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ എല്ലാം പാളും. പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിലോ ഏത് ഇമ്പോസിബിളും നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റും മക്കളെ. നീറ്റ് 2028 കഴിയുമ്പോൾ എനിക്കും വിളിക്കാൻ പറ്റണം നിങ്ങളെ ഡോക്ടർ എന്ന്.